ഫുട്ബോൾ ചരിത്രത്തിൽ ചില കാത്തിരിപ്പുകളുണ്ട്. അത് വെറും വർഷങ്ങളല്ല, യുഗങ്ങളാണ്. വടക്കൻ ലണ്ടനിലെ ഒരു ചുവന്ന സാമ്രാജ്യം 2 പതിറ്റാണ്ടോളം ഒരു കിരീടത്തിനായി ദാഹിച്ചു നിന്ന കഥയാണിത്. 2004 വെങ്ങറുടെ ഇൻവിസിബിൾ ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുമ്പോൾ ആരും കരുതിയില്ല അടുത്തൊരു ആഘോഷത്തിനായി 22 വർഷം കാത്തിരിക്കണമെന്ന്. പരിഹാസങ്ങൾ ഏൽക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. 4ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കളി എന്ന് മുദ്രകുത്തപ്പെട്ട രാത്രികൾ. പക്ഷേ ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആഴ്സണൽ ആരാധകർ പോലും വിശ്വസിച്ചിരുന്നു. ഇന്ന് ലണ്ടൻ ചുവപ്പിൽ പുതച്ചു നിൽക്കുമ്പോൾ ലോകത്തോട് ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. അതെ, രാജാക്കന്മാർ മടങ്ങിയെത്തിയിരിക്കുന്നു. വീഴ്ചയുടെയും പരിഹാസത്തിൻ്റെയും കാലം. ഹൈബറിയിൽ നിന്നും എമിറേറ്റ്സിലേക്കുള്ള മാറ്റം അത്ര സുഖകരമായിരുന്നില്ല. ഇതിഹാസങ്ങൾ ഓരോരുത്തരായി ക്ലബ്ബ് വിട്ടുപോയി. സ്വർണ്ണക്കപ്പ് അലമാരയിൽ പൊടി പിടിച്ചു കിടന്നു. എതിരാളികൾ ഞങ്ങളെ നോക്കി ചിരിച്ചു. നിങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് വിധിയെഴുതി. ഹാലൻഡും എംബാപ്പയും പണക്കൊഴുപ്പ് കൊണ്ട് ഫുട്ബോൾ ലോകം കീഴടക്കിയപ്പോൾ ആഴ്സണൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. പക്ഷേ ഈ 22 വർഷവും എമിറേറ്റ്സിൻ്റെ ഓരോ ഗാലറിയിലും ഒരൊറ്റ മന്ത്രം മുഴങ്ങിക്കൊണ്ടേയിരുന്നു: ഒരിക്കൽ ഞങ്ങൾ തിരിച്ചു വരും. ആ വിശ്വാസമായിരുന്നു ഓരോ ഗണ്ണറുടെയും ശ്വാസം. ആർട്ടറ്റയും പുതിയ വിപ്ലവം. ആ മാറ്റം തുടങ്ങിയത് ഒരാളിൽ നിന്നായിരുന്നു. മിക്കേൽ ആർട്ടറ്റ, ഒരു പ്ലെയർ എന്ന നിലയിൽ ക്ലബിനെ സ്നേഹിച്ചവൻ. പിന്നീട് ഇതിൻ്റെ അമരക്കാരനായി വന്നപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. പക്ഷേ അയാൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സാഗയും മാർട്ടനെല്ലിയും ഓഡേഗാർഡും അടങ്ങുന്ന ഒരു യുവസൈന്യത്തെ അയാൾ വാർത്തെടുത്തു. തോൽവികളിൽ നിന്ന് പാഠം പഠിച്ചു. പരിഹാസങ്ങളെ ഇന്ധനമാക്കി. പണത്തിന് മേൽ പാഷൻ വിജയിക്കുന്ന ഒരു വിപ്ലവം അവിടെ തുടങ്ങിയിരുന്നു. ഓരോ മത്സരവും ഓരോ യുദ്ധമായിരുന്നു. ഓരോ ഗോളും ഓരോ മറുപടിയായിരുന്നു. കിരീടത്തിലേക്കുള്ള ആ പോരാട്ടം. ഈ സീസൺ വെറും ലീഗ് പോരാട്ടമായിരുന്നില്ല, ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ലിവർപൂളിൻ്റെയും വെല്ലുവിളികളെ അതിജീവിച്ച് ഓരോ ഇഞ്ചിലും പോരാടി നേടിയെടുത്ത വിജയം. ഗണ്ണേഴ്സ് ഒരൊറ്റ മനസ്സായി കളിച്ചു. കളിക്കളത്തിൽ രക്തവും വിയർപ്പും ഒഴുക്കി. ആഴ്സണൽ ആരാധകരുടെ നെഞ്ചിലെത്തി. ഒടുവിൽ എമിറേറ്റ്സിൻ്റെ പുൽത്തകിടിയിൽ ആളിപ്പടർന്നു. 22 വർഷത്തെ ശാപവാക്കുകൾ കരിഞ്ഞുപോയ നിമിഷം. ആ സ്വർണ്ണക്കപ്പ് വീണ്ടും എമിറേറ്റ്സിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വടക്കൻ ലണ്ടനിലെ ആകാശം ചുവപ്പാണ്. ഇത് വെറുമൊരു ട്രോഫിയല്ല, ഇത് വരും തലമുറയ്ക്കുള്ള ഒരു പാഠമാണ്. എത്ര തോറ്റാലും തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസം. 2004 മുതൽ 2026 വരെ ഞങ്ങൾ സഹിച്ച എല്ലാ വേദനകളും ഇന്ന് ഈ ഒരൊറ്റ കിരീടം കൊണ്ട് മറുപടി നൽകിയിരിക്കുന്നു. ഇനിയൊരു കാത്തിരിപ്പില്ല, ഇനി ആധിപത്യത്തിൻ്റെ കാലം. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ഗണ്ണേഴ്സിൻ്റെ ചോരയും നീരുമാണിത്. ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാം: ലണ്ടൻ ഈസ് റെഡ് ആൻഡ് ഇറ്റ് വിൽ ഫോർ എവർ ബി റെഡ്. വി ആർ ദ ആഴ്സണൽ ആൻഡ് വി ആർ ദ ചാമ്പ്യൻ.